തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയ ഫാരിസ് ആണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധയുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 29-നായിരുന്നു കുട്ടിയെ തെരുവുനായ കടിച്ചത്. തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റു. കുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിരോധ വാക്സിൻ എടുത്തെങ്കിലും കുട്ടിക്ക് ഇപ്പോഴും പേവിഷബാധയുണ്ട്. കഴിഞ്ഞ ദിവസം രക്തസാമ്പിൾ പരിശോധിച്ചപ്പോഴും പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. അന്ന് മറ്റു 6 പേരെ കൂടി നായ കടിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാർച്ച് 29-ന് ഒരു തെരുവുനായ 6 പേരെയാണ് കടിക്കപ്പെട്ടത്. അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 5.5 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിക്കേറ്റിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. കുട്ടി മിഠായി വാങ്ങാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നായയുടെ ആക്രമണം. മെഡിക്കൽ കോളേജിൽ നിന്നും IDRB വാക്സിൻ നൽകിയിട്ടുണ്ടെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തെരുവുനായ ശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് പെരുവള്ളൂർ കാക്കത്തടം. വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം തടയാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, മലപ്പുറം.